ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ആടുജീവിതം, ദി ഗോട്ട് ലൈഫ്. ഈ സിനിമയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഒരു അവസരം വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നാണ്. അറിയാം, ഈ മാസം 28 അതായത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോൾ 18 ജസ്റ്റ് 10 ഡേയ്സ് മോർ, അല്ലെ, 10 മോർ ഡേയ്സ്. അത് മാത്രമേ ഉള്ളൂ ഈ സിനിമ റിലീസാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു 16 വർഷത്തെ ഇവരുടെ ബ്ലെസ്സിയുടെ കഷ്ടപ്പാട്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടന്റെ ഡെഡിക്കേഷൻ, അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോസിലൂടെ പല ആളുകളും പറയുന്നത് കേട്ട് കഴിഞ്ഞു. എന്നാലും നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, പൊതുവെ ഫിലിമിന്റെ ഒരു ശാപമാണ് വലിയ ഹൈപ്പ് സംഭവിക്കുമ്പോൾ വിചാരിച്ച രീതിയിൽ വിജയം വരാതിരിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു പക്ഷേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഇൻ കേസ് മേ ബി സിനിമ ആ വിചാരിച്ച രീതിയിൽ ഒരു വിജയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്നും അല്ലാതായി തീരുമോ എന്നുള്ളൊരു ഭയം കൂടി എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് എല്ലാവരും അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് സംസാരിക്കുന്നതെന്നോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനിത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നില്ല കേട്ടോ, അതൊരു തെറ്റായ വാക്കാണ്, ഒന്ന് ക്ഷമിക്കുക. ഇതിന്റെ ഒരു വലിയ വെല്ലുവിളി അതെന്താണെന്ന് ചോദിച്ചാൽ, ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഈ സിനിമയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുള്ള ആളുകളിൽ 90% ആളുകളും ഒറ്റയിരിപ്പിൽ ഒരു ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ചു തീർത്ത ആയിരിക്കാം. ഞാനും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം. അത്രമാത്രം നമ്മളെ സ്പർശിച്ചിട്ടുള്ള, നമ്മുടെ ഉള്ളിലേക്ക് അത്രമാത്രം ഇറങ്ങി ചെന്നിട്ടുള്ള കഥാസാഹചര്യങ്ങളും അതിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം ഒക്കെ നമ്മൾ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് ആ ഒരു വിഷ്വൽ, നമ്മുടെ ഉള്ളിൽ ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എന്താണോ ഏകദേശം അതിനോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആണ് ബ്ലെസ്സി ട്രെയിലറിലൂടെ പോലും നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ 2-2.5 മണിക്കൂർ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ പ്രേക്ഷകന്റെ ഉള്ളിൽ ഈ പുസ്തകം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അത് വായിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അതിനോട് ഒരു ഓൾമോസ്റ്റ് ഈക്വൽ, അല്ലെങ്കിൽ പോട്ടെ, ഒരു ഏകദേശം എന്താ പറയുക, ഒരു നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഒരുപാട് കേൾക്കേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അന്നൊരു പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു നെഗറ്റീവ് വന്നാൽ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും. എന്തായാലും പൃഥ്വിരാജ്, സുകുമാരൻ, അതുപോലെ നജീബിക്ക, ഇവർ രണ്ടുപേരും പല പല ഇന്റർവ്യൂസിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു 4 കട്ട്സ്, ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അത് മാത്രമാണ് ഞാൻ ഇതിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 1 by 1 ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആദ്യം പൃഥ്വിരാജ് തന്നെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഒന്ന് കേൾക്കും. ഓക്കെ, എൻ്റെ ആദ്യ പാർട്ടാണ്. ഇത് ഏകദേശം 1 മിനിറ്റ് ഉള്ള ഒരു ചെറിയ കട്ടാണ്. റെഡി? He would just switch on the camera and then let me be. And before we roll the shot, he would say, "I'm not going to call cut. Just when you're done, just tell me." And there were so many instances where, I'm in the shot and I forget that, oh, actually they will not say cut. I'm supposed to. I've forgotten that. And even when I have not forgotten, I wasn't sure, am I done? Is this, I was just telling another interviewer that this close-up you see behind you, that scene was one classic example, actually. This is just the camera sounds steady, and this is that shot. And Blessiadan told me, when you're done, just tell us. So he said, roll camera, and I'm doing this. And I didn't know if I was, and I remember after a while, Sunil from behind the camera, so yeah, that was the way the film was shot also, which is like a luxury for an actor. എന്തുകൊണ്ടാണ് ഞാൻ ഈ കട്ടതിൽ വെച്ചെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ സുനിൽ ഇങ്ങനെ കട്ടയട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് പൃഥ്വി പറയുന്നതും ചിരിക്കുന്നതും കേൾക്കാൻ രസം എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. 2, ഇതിൽ നജീബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അത് മാക്സിമം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ ആ ഒരു ആക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു ഫ്രീഡം, അത് എത്രമാത്രം വലുതാണെന്നുള്ളതാണ്. കാരണം ജസ്റ്റ് ഒരു ആക്ഷൻ അല്ലെങ്കിൽ റോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ പിന്നെ പൃഥ്വി ആ ക്യാരക്ടറിൽ അങ്ങോട്ട് ചെയ്യുകയാണ്, അല്ലാണ്ട് അതിൻ്റെ അടിയിലൊരു കട്ട് പറയാനൊന്നുമില്ല. പൃഥ്വിക്ക് എപ്പോൾ ഓക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പം നിർത്താം എന്നുള്ള രീതിയിലൊരു ഫ്രീഡം കൊടുത്തത്, ഇതിൽ തന്നെ പറഞ്ഞ ഒരു ലക്ഷറിയാണ് ഒരു ആക്ടറിന് എന്ന് പറഞ്ഞത്. അത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം അറിയാലോ, അത് സാധാ കഥാപാത്രങ്ങൾ പോലെയല്ല. നജീബ് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് വന്നിട്ടുണ്ട്. സോ അത്രമാത്രം അത് ഇൻവോൾവ് ആയി, അത്രയും ഡെഡിക്കേറ്റഡ് ആയി ചെയ്താൽ മാത്രമേ അതൊരു കറക്റ്റ് കിട്ടുമെന്ന് ബ്ലെസ്സിക്ക് തോന്നിയിട്ടുണ്ടാവാം. എനിവേ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു
ഭാഗം വെച്ചത് നീ രണ്ടാമത്തെ നമുക്ക് കേട്ടുവെക്കാം. റെഡി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. You know, this might sound like me painting a very romantic picture of the whole process, but every time I was hungry, which was all the time, and every time I could see the crew having lunch, and you know, sometimes it would be biryani and all that, you know, and I am just not eating, I would actually tell myself, Najib must have been hungry, you know, he must have been really hungry, and he wasn't hungry by choice. He didn't have a nutritionist counting calories for him. He didn't have a doctor with a BP apparatus and IV ready on set. He didn't have a trainer monitoring your heart rate. So just shut up and, you know, suck it up. That is what I used to keep telling myself. ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വിശന്നിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിരുന്നോ എന്നായിരുന്നു ചോദ്യം. അതിന് കൊടുത്ത മറുപടിയാണ്. അതായത് വിശന്നിരിക്കുമ്പോൾ പലപ്പോഴും വിശപ്പ് നല്ല നന്നിട്ടുണ്ടാവുമല്ലോ, ആ സമയത്ത് പുറത്താളുകൾ ലഞ്ച് കഴിക്കും, ചില ആളുകൾ ബിരിയാണി വരെ കഴിക്കും. വിശന്ന് പട്ടിയായിട്ടിരിക്കുന്നതിന്റെ മുമ്പിൽ ഇത് ബിരിയാണി കഴിച്ചാലുള്ള അവസ്ഥ അറിയാലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് വരും, ഒരു അല്ലേ, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും, മലയാളികൾ മാത്രമല്ല പൊതുവെ ഡയറ്റ് ചെയ്യുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം തന്നെ സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെയുള്ള അവസരത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ സംഭവം. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ചിന്തിച്ചത് നജീബിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ്. നജീബിന് ഒരു ചോയ്സും ഇല്ലായിരുന്നു. പുള്ളി വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വഴി അപ്പുറത്തും കഴിക്കാതിരിക്കാനുള്ള വഴിയും അതിൽ ഇരിക്കാനുള്ള വഴി തിരഞ്ഞെടുത്തതല്ല. പുള്ളിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അയാൾക്കൊരു ന്യൂട്രീഷനിസ്റ്റ് ഇല്ല, ഡോക്ടർ ഇല്ല. ശരിയാണ്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലാന്ന് തോന്നിയിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അത് വലിയൊരു കാര്യമാണ്. ആ സമയത്ത് അതിനൊരു ഓവർകം ചെയ്യാൻ പുള്ളി ചിന്തിച്ചത് അങ്ങനെയാണെന്ന് പറയുന്നത് എത്രമാത്രം ആ നജീബിന്റെ അവസ്ഥ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു ഡെഡിക്കേഷൻ ലെവലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇതിന് മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഈ നജീബിക്കാരോട് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അതിന് നജീബിക്ക് പറയുന്ന മറുപടി കേട്ടോ. അതും പൃഥ്വിരാജ് അഭിനയിക്കുക, ബ്ലസ്സിയെ പോലൊരു സംവിധായകൻ അതിനകത്ത് വർക്ക് ചെയ്യുക, അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ അത് പോയി കുറച്ചൊക്കെ കണ്ടതായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ നല്ല അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഒരു ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജനങ്ങൾ, ഞാനന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾ സിനിമയിലൂടെ കാണാൻ പോവാണ്. പൃഥ്വിരാജ് സാറിന് നല്ലൊരു നടനെ വെച്ചവർ ഈ പടം എൻ്റെ വേഷം, അതുകൊണ്ട് ഏറ്റവും വലിയ അതായത് ഇതില് ഞാൻ നോട്ടീസ് എന്താ വെച്ചാലേ, അത് ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തന്നെ തോന്നി എന്ന് നജീബ് പറഞ്ഞെങ്കിൽ അത് ഈ സിനിമയുടെ വലിയൊരു വിജയമാണ്. കുറെ ഭാഗങ്ങൾ കണ്ടു, മുഴുവനായിട്ടില്ലെങ്കിലും കുറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് വേറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ പുള്ളി പറയുന്നത് എനിക്ക് അതുപോലെ തോന്നി. ഇപ്പോൾ ഇതിൽ സൈനു എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ, അതുപോലത്തെ കുറെ സാധനങ്ങൾ എനിക്ക് അതുപോലെ തന്നെ തോന്നി. അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം പുള്ളി ഇത് അനുഭവിച്ചാണ്. നമ്മൾ എത്ര വായിച്ചാലും, ഇവരൊക്കെ എത്ര അഭിനയിച്ചാലും, എത്ര അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അനുഭവിച്ച ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് നജീബ്, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഹക്കീം ക്യാരക്ടറൊക്കെ. അപ്പൊ നജീബിക്കൊക്കെ അത് സീൻ കണ്ടപ്പോൾ അതുപോലെ തോന്നി, ഞാൻ അന്ന് അനുഭവിച്ചതുപോലെ തോന്നി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അംഗീകാരമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. സോ അപ്പൊ തന്നെ നമുക്ക് സിനിമയുടെ റേഞ്ച് എത്രമാത്രം വന്നിട്ടുണ്ടാവും എന്നുള്ളത്, ഏകദേശം എത്രമാത്രം ഇവർ നീതി പുലർത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഇതിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അടുത്ത വീഡിയോ, സോറി കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്ത വീഡിയോ. പിന്നെ ഇന്നിപ്പം ഞാൻ ഈ ആദ്യത്തെ ആ രംഗം കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇതായിപ്പോയി. പിന്നെ എനിക്കങ്ങ് സംസാരിക്കാൻ മേത്തൊരവസ്ഥയായി ഈ പരിപാടിക്ക്. അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ ആ രംഗം എൻ്റെ ലൈഫിനെ ഇങ്ങനെ സവ്യത്തെ ഞാനിങ്ങനെ ഞെട്ടി അവിടെ വെച്ച് ഇങ്ങനെ എൻ്റെ വിളിക്കുന്നത്. ഇപ്പം ഇയാൾ സെനു എന്നും പറഞ്ഞ് അഭിനയം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായി. പിന്നെ വളരെ സന്തോഷം. ജനങ്ങൾ മൊത്തം അറിയാൻ പോകല്ലേ അത്. ഈ നോവലോട് തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇനിയിപ്പോൾ ഈ പടം കൊണ്ട് ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി വലിയ ഇതായിട്ട് വരുമല്ലോ ഇത്. ഇതാണ് സൈനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ, അത് സൈനു എന്ന് വിളിച്ചത് കേട്ടപ്പോൾ സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞത്. അതായത് പുള്ളി ആദ്യത്തെ സീൻ കണ്ടപ്പോഴേ ഇത് അനുഭവിച്ച ഒരാൾക്ക് അത് അതുപോലെ ഫീൽ ചെയ്യുക, അത് ചങ്ക് തകർന്നു പോവുക, സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അയാൾക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ കറക്റ്റ് എക്സാക്ട്ലി എന്ന് സംഭവിച്ച ഒരു സംഭവം കറക്റ്റായിട്ട് ഓർമ്മ വരണം. അത് വെറുതെ എന്തെങ്കിലും മോൾഡ് ചെയ്ത് അങ്ങനെയല്ല. അത് ഏകദേശം അയാൾ എന്താണോ അനുഭവിച്ചത് അത് അതുപോലെ
ആ സീനിൽ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ നജീബുക്കൊക്കെ അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുകയും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയ്ക്ക് വന്നത്. സോ അതൊക്കെ ബ്ലെസ്സി ഇത്രയും കാലം കൊണ്ട് അയാൾ പടുത്തുയർത്തിയിട്ടുള്ള ഒരു സംഭവം, അത് ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. സോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന ഒരു നാഷണൽ അവാർഡ് കിട്ടട്ടെ, അല്ലെങ്കിൽ ഓസ്കാർ സംഭവിക്കട്ടെ നിൽക്കണം. ഓസ്കാറൊക്കെ സംഭവിക്കും വളരെ റയർ ചാൻസ് ആണ്. അത് വേറൊന്നുമില്ല, ഒന്ന് മലയാളത്തിലുള്ള സിനിമ ആയതുകൊണ്ടും PR വർക്ക് അത്രമാത്രം നമുക്ക് നടത്താനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പൊതുവേ അത് എത്രമാത്രം കഷ്ടപ്പാടാൻ നമുക്കറിയാം. എത്ര സിനിമകൾ ഇവിടുന്ന് ഓസ്കാറിന് പോയിട്ടുണ്ട്, എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ പല സമയത്തും നമ്മൾ പല വീഡിയോ കാണി പല കാര്യങ്ങളും നമുക്കറിയാം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാൽ പോലും അത് സംഭവിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഓരോ വീഡിയോയും ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ അതൊക്കെ നാഷണൽ അവാർഡ് അതിൽ കുറഞ്ഞും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഹൈപ്പ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതൊരു ക്ലാസിക് സാധനമായിരിക്കാം. നമുക്കത് ചില ആളുകൾക്കെങ്കിലും അത് കണക്ട് ആവാണ്ടിരുന്നാൽ അത് അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇവരുടെ കഷ്ടപ്പാട് അത്രമാത്രം ഉണ്ട്. അത് നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിൽ ഇതിന്റെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ അതിന്റെ പല കട്ട്സും 4-5 മിനിറ്റുള്ള ബെന്യാമിൻ സംസാരിക്കുന്നതും നജീബ് സംസാരിക്കുന്നത്, റഹ്മാൻ, അതുപോലെ ബ്ലെസ്സി, പൃഥ്വി സംസാരിക്കുന്ന ഒരു 5 മിനിറ്റ് ഒരു വീഡിയോ വന്നിരുന്നു. അതൊക്കെ കേട്ടാൽ തന്നെ മാക്സിമം നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 5 മിനിറ്റിലുണ്ട്. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഇവിടെ കഷ്ടപ്പാടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സിനിമ അത് വിചാരിച്ച രീതിയിൽ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ വലിയൊരു നഷ്ടമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ഇവർ ഡെഡിക്കേറ്റ് ചെയ്ത് അത്രമാത്രം വലിയ, ഇപ്പോൾ ടോവിനോ ഇന്നലെ സംസാരിച്ചപ്പോൾ ഓഡിയോ ലോഞ്ചിന്റെ ഇതിൽ ടോവിനോ സംസാരിക്കുന്ന ഒരു കാര്യം സത്യം എനിക്ക് തോന്നി. ഇത്രയും വലിയ ഒരു ഓഡിയോ ലോഞ്ചൊക്കെ നമ്മൾ മലയാളികൾക്കും മലയാളത്തിൽ സംഭവിക്കുന്ന 4 പേര് അറിയട്ടെ എന്ന് പറഞ്ഞത് അത്രയും ആൾ നിൽക്കുന്ന ഒരു ഓഡിയോ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. പിന്നെ ആ സംസാരിക്കുമ്പോൾ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ അവർ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ട് ഇങ്ങനെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്തെന്നറിയില്ല, ഒരു ഓഡിയോ ലോഞ്ചിലും ഒരാൾ സംസാരിക്കുന്നത് ഇത്രമാത്രം അഭിമാനം തോന്നിയിട്ടില്ല. അത് അഭിമാനമാണ് തോന്നുന്നത്. ഒരു പക്ഷേ കഥ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആടുജീവൻ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീൽ അത് ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇതുപോലെ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത് അനുഭവിച്ചിരുന്നു എന്നുള്ള ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം. എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എല്ലാ വീഡിയോസിന്റെയും ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ നജീബ് ഖാന്റെ ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്, പൃഥ്വിയുടെ വന്നിട്ടുണ്ട്, റഹ്മാൻജിന്റെ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ താഴെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഈ സിനിമയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം നജീബിക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ലൈക്ക് അടി, അല്ലെങ്കിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മെയിൻ കമന്റ് ആയിട്ട് കാണാറുണ്ട്. എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല, എന്നാലും കിട്ടിയ അവസരത്തിൽ പറയാന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഹിതം നജീബിക്കാർക്ക് ഇവർ കൊടുക്കണം എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പുള്ളി ഒരുപാട് എന്താ പറയാ ഫിനാൻഷ്യലി മെച്ചപ്പെട്ടൊന്നുമില്ല, അത്രയും കഷ്ടപ്പെട്ടു വന്നിട്ട് ഉള്ളതിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആളുകളെയും കമന്റും നമ്മൾ വീഡിയോസിലൂടെയൊക്കെ അത് കാണുന്നൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ സിനിമയുടെ ഒരു ചെറിയ വിഹിതം പുള്ളിക്കാരന് കൊടുത്ത് പുള്ളിക്കാരനെ സഹായിക്കാനും കൂടി ഇവരുടെ ക്രൂ തയ്യാറാവുകയാണെങ്കിൽ, അങ്ങനെ കൂടെ സംഭവിച്ചാൽ ഈ സിനിമ ഒരു വലിയ വിജയം കൂടി ആയി കഴിഞ്ഞാൽ അത് മലയാളികൾക്ക് എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു വലിയ അഭിമാന നിമിഷം കൂടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എപ്പോഴും പറയുന്ന പോലെയല്ല, നിങ്ങളുടെ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. 28-നാണ് തിയേറ്ററിൽ വരുന്നത്. ഫസ്റ്റ് ടൈം പോയി കാണുന്നതായിരിക്കും. അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ടും ക്ഷമിക്കുക. എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കുന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ